ആകാശത്തും അതേപോലെ തന്നെ കടലിലും ഭൂമിയുടെ സമസ്ത മേഖലകളിലും യോഗ ഇന്ന് പ്രചരിക്കുന്നു എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നത്. ശാസ്ത്രജ്ഞർ ബഹിരാകാശത്ത് യോഗ പരിശീലിക്കുന്നു. ഭിന്നശേഷി സുഹൃത്തുക്കൾ ബ്രെയിലിൽ യോഗ ശാസ്ത്രങ്ങൾ പഠിക്കുന്നതായും പ്രധാനമന്ത്രി വിശാഖപട്ടണത്ത് പറഞ്ഞു. 3 ലക്ഷത്തിലേറെ ആളുകളാണ് ഇന്ന് പ്രധാനമന്ത്രി പങ്കെടുത്ത വിശാഖപട്ടണത്തെ RK ബീച്ചിലെ യോഗ സംഗമത്തിൽ പങ്കെടുത്തത്. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഈ പരിപാടിക്ക് നേതൃത്വം നൽകി. വലിയ നിലയിൽ രാജ്യവ്യാപകമായി നിരവധി പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഡൽഹിയിൽ നടന്ന പരിപാടിയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ പങ്കെടുത്തു. കാശ്മീരിലെ സൈനിക ക്യാമ്പിൽ നടന്ന പരിപാടിയിലാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുത്തത്. വിവരങ്ങളുമായി രാജ്യ തലസ്ഥാനത്ത് നിന്നും S. ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, രാജ്യവ്യാപകമായി യോഗ ദിനാഘോഷം. രാവിലെ ശ്രീകാന്ത് പറഞ്ഞതുപോലെ ലോകത്തിന് ഭാരതം നൽകിയ ഏറ്റവും സുപ്രധാനമായ ദിനങ്ങളിലൊന്ന്. പ്രധാനമന്ത്രി വിശാഖപട്ടണത്ത് പങ്കെടുക്കുന്നു. കേന്ദ്ര പ്രതിരോധ മന്ത്രി കാശ്മീരിൽ, കേന്ദ്ര ആരോഗ്യമന്ത്രി ഡൽഹിയിൽ. അങ്ങനെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ട വ്യക്തികൾ, കേന്ദ്ര മന്ത്രിമാരായ മലയാളികൾ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും കേരളത്തിലെ പ്രധാനപ്പെട്ട പരിപാടികളിൽ. രാജ്യവ്യാപകമായി എന്ന് മാത്രമല്ല ആഗോളതലത്തിൽ യോഗാ ദിനം ആഘോഷിക്കുന്നു. ശ്രീകാന്ത്, രാജ്യത്താകമാനം 10 ലക്ഷം കേന്ദ്രങ്ങളിലാണ് ഇന്ന് ഈ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ ഭാഗമായുള്ള പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടത്. അതിൽ രാജ്യ തലസ്ഥാനത്ത് മാത്രം 150-ലധികം പരിപാടികൾ ഇന്ന് നടന്നു. ഡൽഹിയിലെ കർത്തവ്യപഥിൽ നടന്ന പരിപാടി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ അതിൽ സംബന്ധിക്കുകയുണ്ടായി. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി, ലോകം മുഴുവൻ കാണാൻ വേണ്ടി കാത്തിരുന്ന പരിപാടി വിശാഖപട്ടണത്താണ് ഇന്ന് നടന്നത്. അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശാഖപട്ടണത്തെ പരിപാടിയിൽ പങ്കെടുത്തു. അവിടുത്തെ ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു, ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിനൊപ്പം, പ്രധാനമന്ത്രിക്കൊപ്പം അവിടുത്തെ പരിപാടികളുടെ ഭാഗമാവുകയും ചെയ്തു. ഏഷ്യൻ ഗെയിംസിലടക്കം യോഗ ഉൾപ്പെടുത്തണമെന്ന് ചന്ദ്രബാബു നായിഡു പറയുകയുണ്ടായി. തുടർന്ന് സംസാരിച്ച പവൻ കല്യാണം സ്വാഭാവികമായ രീതിയിൽ ഈ യോഗാ ദിനത്തെക്കുറിച്ചുള്ള സന്ദേശം നൽകി. അതിനുശേഷം പ്രധാനമന്ത്രി സംസാരിച്ചു തുടങ്ങി. യോഗ ലോകത്തെ ഒന്നിപ്പിച്ചു എന്ന് പ്രധാനമന്ത്രി ഈ പരിപാടിക്കിടെ പറയുകയുണ്ടായി. അത് മാത്രമല്ല, ഭിന്നശേഷി സുഹൃത്തുക്കൾ ബ്രെയിലിയിൽ യോഗ അഭ്യസിക്കുന്നുണ്ട്. ഇത് അഭിമാനമുണ്ടാക്കുന്ന സംഗതിയാണെന്ന് പ്രധാനമന്ത്രി പറയുന്നു. ശാസ്ത്രജ്ഞർ ആകാശത്ത് യോഗ അഭ്യസിക്കുന്നു. ഗ്രാമങ്ങളിൽ യുവാക്കൾ യോഗ ഒളിമ്പ്യാഡുകൾ നടത്തുന്നു. ഓപ്പറ ഹൗസിൻ്റെ പടികളായാലും എവറസ്റ്റ് കൊടുമുടിയുടെ നെറുകയായാലും കടൽപ്പരപ്പായാലും ഒരേ സന്ദേശമാണ് എല്ലായിടങ്ങളിൽ നിന്നും ഉള്ളതെന്നും അത് യോഗ എല്ലാവർക്കും ഉള്ളതാണ് എന്ന സന്ദേശമാണെന്നും പ്രധാനമന്ത്രി പറയുകയും ചെയ്തു. യോഗ അതിർത്തിക്കപ്പുറം എല്ലാവരുടേതുമാണ് എന്നും പ്രധാനമന്ത്രി ഇന്നവിടെ പറയുകയും ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 10 വർഷം തികയുകയാണ് അന്താരാഷ്ട്ര യോഗാ ദിനം തുടങ്ങിയതിന് ശേഷം. 2015 ആരംഭിച്ചതാണ്. ഇപ്പോൾ അത് 10 വർഷം പൂർത്തിയാകുന്നു. 10 വർഷം ലോകത്തിന് സ്വാസ്ഥ്യം നൽകിയ 10 വർഷമാണ് ഈ കടന്നു പോകുന്നത്. ജാതി, മത, വർഗ, വർണ്ണ, ദേശ, ഭാഷാ വ്യത്യാസങ്ങളില്ലാതെ ലോകമൊന്നാകെ അന്താരാഷ്ട്ര യോഗാ ദിനത്തെ നെഞ്ചോട് ചേർക്കുന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. വിവിധ ഇസ്ലാമിക രാജ്യങ്ങളിലടക്കം മതപരമായ ചട്ടക്കൂടുകൾക്ക് പുറത്ത് യോഗ എന്നുള്ളതിനെ ആളുകൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. ആരോഗ്യപരമായ അതിൻ്റെ ഗുണഗണങ്ങൾ അവർ കാണാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ലോകത്തിനൊന്നാകെ സ്വാസ്ഥ്യം പകർന്ന, ലോകത്തിനൊന്നാകെ ആരോഗ്യകരമായ ജീവിതം പകർന്ന, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ഒരു കുടക്കീഴിൽ അണിനിരത്തിയ അന്താരാഷ്ട്ര യോഗാ ദിനം 10 വർഷം പൂർത്തിയാക്കുന്നു. സമുചിതമായി ആഘോഷിച്ചു. തല ഉയർത്തി ഭാരതം ഇന്ന് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നു. തീർച്ചയായും ശ്രീകാന്ത്, ഭാരതം ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്ന സുപ്രധാന ദിനം കൂടിയാണ് ഇന്ന്. അന്താരാഷ്ട്ര യോഗാ ദിനം സമ്മാനിച്ചത് ഭാരതം തന്നെയാണ്. ഈ ദിനം ആഗോളതലത്തിൽ വലിയ ആഘോഷമായി മാറിയിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുത്തത് വിശാഖപട്ടണത്തെ പ്രധാനപ്പെട്ട പരിപാടിയിലാണ്. രാജ്യവ്യാപകമായി നിരവധി പരിപാടികൾ നടക്കുന്നുണ്ട്. വിവരങ്ങൾ ഡൽഹിയിൽ നിന്നും നൽകുകയായിരുന്നു S. ശ്രീകാന്ത്.